നമസ്കാരം, എല്ലാവർക്കും സ്മാർട്ട് ശ്രീ അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റഫീഖ് എന്നാണ്. നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടനയാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ തന്നെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷമായിട്ടുള്ള സ്വഭാവങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷമായിട്ടുള്ള സ്വഭാവങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ്. അതായത് സലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ് സലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടനയുടെ സവിശേഷമായിട്ടുള്ള സ്വഭാവങ്ങളെ കുറിച്ചാണ്. അപ്പോ ഏറ്റവും ഒന്നാമത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷമായിട്ടുള്ള പ്രത്യേകതയാണ് ഇന്ത്യൻ ഭരണഘടന എന്നുള്ളത് ഒരു ലെങ്തിയസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അതായത് ദൈർഘ്യമേറിയ ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടേത്. എന്താണ്? വളരെ ദൈർഘ്യമേറിയ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോ അതിന്റെ ഒന്നാമത്തെ സലിയൻ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സവിശേഷമായിട്ടുള്ള സ്വഭാവമാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന ലെങ്തിയസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ എന്താണ് ദൈർഘ്യമേറിയ ദൈർഘ്യമേറിയ ലിഖിത ഭരണഘടന എന്നുള്ളത്. ഒന്നാമത്തെ പ്രത്യേകതയാണ് എന്താ? ദൈർഘ്യമേറിയ ലിഖിത ഭരണഘടന. ഇംഗ്ലീഷിൽ ലെങ്തിയസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നതെന്നാണ്. അത് 26 ജനുവരി 1950 എന്താണ്? 26 ജനുവരി 1950 ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരുന്നത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ 395 ആർട്ടിക്കിളുകൾ 395 ആർട്ടിക്കിളുകൾ അഥവാ അനുച്ഛേദങ്ങൾ ഉണ്ടായിരുന്നു. 395 ആർട്ടിക്കിളുകൾ ഉണ്ടായിരുന്നു. 22 ഭാഗം പാർട്സ് ഉണ്ടായിരുന്നു. 8 ഷെഡ്യൂൾ അഥവാ പട്ടികയുണ്ടായിരുന്നു. എങ്ങനെയാണ്? 395 ആർട്ടിക്കിൾ, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ അനുച്ഛേദം എന്ന് പറയും. 22 പാർട്ട്, അല്ലെങ്കിൽ മലയാളത്തിൽ എന്താണ് ഭാഗം എന്ന് പറയും. 8 ഷെഡ്യൂള്, അല്ലെങ്കിൽ മലയാളത്തിൽ എന്താണ് പട്ടിക എന്ന് പറയും. 8 ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ എത്ര എണ്ണമുണ്ട്? ഇപ്പോ ഇന്ത്യൻ ഭരണഘടനയിൽ ഏതാണ്ട് 470ഓളം ആർട്ടിക്കിളുകളുണ്ട്. 470ഓളം ആർട്ടിക്കിളുകളുണ്ട്. 25 ഭാഗമുണ്ട്. 12 ഷെഡ്യൂൾ ഉണ്ട്. ഇതില് 470ഓളം എന്ന് പറയുമ്പോൾ PSCയുടെ ആൻസർ എന്ന് പറയുന്നത് ഉത്തര സൂചികയിലുള്ളത് 448 അപ്പോ ഇപ്പോൾ എന്താണ്? 470ഓളം ആർട്ടിക്കിളുകളും 25 പാർട്ടും 12 ഷെഡ്യൂളും ഉണ്ട്. നമ്മൾ പറഞ്ഞത് എന്താണ്? ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയാണ്, ലെങ്തിയസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇതിന്റെ വലിപ്പം മനസ്സിലാകണമെങ്കിൽ എന്താണ്? നിങ്ങൾ മറ്റുള്ള രാജ്യങ്ങളിലെ ആർട്ടിക്കിളുകൾ അല്ലെങ്കിൽ ഭരണഘടനയുമായി ഇതിനെ കമ്പയർ ചെയ്യണം. നമ്മൾ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭരണഘടന എടുക്കുകയാണെങ്കിൽ അതില് 9 ആർട്ടിക്കിളുകളാണുള്ളത്. 9 ആർട്ടിക്കിളുകൾ. നമ്മളിനി ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യം എടുക്കുകയാണെങ്കിലോ അവിടെ അവരുടെ ഭരണഘടനയിൽ 128 ആർട്ടിക്കിളുകളാണുള്ളത്. 128 ആർട്ടിക്കിളുകളാണ് ഉള്ളത്. ഇനി ചൈന എന്ന് പറയുന്ന രാജ്യത്ത് 138 ആർട്ടിക്കിളുകളാണ് അവരുടെ ഭരണഘടനയിലുള്ളത്. ചൈന 138 ആർട്ടിക്കിളുകളാണുള്ളത്. നിങ്ങൾ നോക്കുക, അമേരിക്കയിൽ 9, ഓസ്ട്രേലിയയിൽ 128, ചൈനയിൽ 138. നമ്മളുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ തന്നെ എത്ര ആർട്ടിക്കിളുകൾ ഉണ്ടായിരുന്നു?
395 ആർട്ടിക്കിളുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ എത്ര എണ്ണമുണ്ട്? 470ഓളം ആർട്ടിക്കിളുകളുണ്ട്. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഒരു വലിയ ഭരണഘടനയാണ് എന്ന് മനസ്സിലാക്കാം. അതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഒന്നാമത്തെ സവിശേഷമായിട്ടുള്ള സ്വഭാവം. ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, അതായത് ദൈർഘ്യമേറിയ ലിഖിത ഭരണഘടനയാണ്. ഇനി എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള ഒരു ഭരണഘടനയായി മാറിയത്? അതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയാൻ പറ്റുന്നത് എന്താണ്? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രപരമായ വിശാലതയും വൈവിധ്യവുമാണ്. എന്താണ്? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രപരമായ വിശാലതയും വൈവിധ്യവും. എല്ലാവർക്കും അറിയാം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം വടക്ക് ഹിമാലയം മുതൽ തെക്ക് കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്ന വളരെ ബൃഹത്തായ ഒരു രാജ്യമാണ്. മാത്രമല്ല എന്താണ്? വിവിധങ്ങളായിട്ടുള്ള ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം വിവിധങ്ങളായിട്ടുള്ള സംസ്കാരങ്ങൾ, വിവിധങ്ങളായിട്ടുള്ള ഭാഷകൾ, ജീവിത രീതികൾ, ഭക്ഷണ രീതികൾ, ഇങ്ങനെ വളരെ വൈവിധ്യമാർന്നു കിടക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ജ്ഞാനത്വത്തിൽ ഏകത്വം, യൂണിവേഴ്സിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നതാണ് നമ്മളുടെ ഒരു ആപ്തവാക്യം പോലും. എന്താണ്? നമ്മൾ പല വിഭാഗങ്ങളാണെങ്കിലും ഒന്നാണ്, ഇന്ത്യക്കാരാണ് എന്നുള്ളതാണ് ജ്ഞാനത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഈ പറയുന്ന ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടാവുമ്പോൾ ഈ പറയുന്ന എല്ലാ സ്ഥലങ്ങളെ കുറിച്ച് പറയണം, അവിടുത്തെ ജനങ്ങളെ കുറിച്ച് പറയണം, ഓരോ ജനവിഭാഗത്തിനും വേണ്ട രീതിയിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കണം, ഇല്ലേ? ഇവരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഇന്ത്യക്ക് ഒരു ഭരണഘടന നിർമ്മിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന ലെങ്തിയസ്റ്റ് ഭരണഘടനയായി മാറിയത്. നമുക്ക് അതായത് ഒരു എന്താണ് ഹിൽ ഏരിയകളിൽ താമസിക്കുന്ന ഗിരിവർഗ വിഭാഗങ്ങൾക്ക് പരിഗണിക്കുന്നത് പോലെ ടൗണിലുള്ള ഒരാളെ പരിഗണിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു ടൗൺഷിപ്പിൽ ജീവിക്കുന്ന ഒരാളെ പരിഗണിക്കാൻ പറ്റില്ല. അപ്പൊ രണ്ടുപേർക്കും എന്താണ് വ്യത്യസ്തമായി അവരുടെ ജീവിത രീതികൾക്കനുസരിച്ചുള്ള എന്താണ് നിയമങ്ങളും സംരക്ഷണവും എല്ലാം നൽകേണ്ടതുണ്ട്. ഇതിനെക്കുറിച്ചെല്ലാം എന്താണ് ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് എന്തായി മാറിയത്? ഒരു ലെങ്തിയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ആയി മാറിയത്. അപ്പോ എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന ഒരു ദൈർഘ്യമേറിയ ഭരണഘടനയായി മാറിയത്? അതിന്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള വിശാലതയും വൈവിധ്യവുമാണ്. ഇനി രണ്ടാമത്തെ കാരണം എന്താണ്? ചില ചരിത്രപരമായിട്ടുള്ള കാരണങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. സം ഹിസ്റ്റോറിക്കൽ റീസൺസ്. എന്താണ്? നമുക്ക് നോക്കാം. രണ്ട് ചരിത്രപരമായ കാരണങ്ങളുണ്ട്. എന്താണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി നമുക്ക് പറയാൻ കഴിയുന്നത്? ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചറൽ പാർട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എവിടെ നിന്നാണ്? അത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. അപ്പോ ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഇന്ത്യക്കാർക്ക് വേണ്ടി ബ്രിട്ടീഷുകാർ നിയമിച്ച ഏറ്റവും വലിയ നിയമമാണ് എന്തെന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഏകദേശം 321 സെഷൻസും 10 ഷെഡ്യൂളുകളുമാണ് ഇതിലുണ്ടായിരുന്നത്. എന്താണ്? 321 സെഷൻസും എന്താണ് 10 ഷെഡ്യൂളുമാണ് ഇതിലുണ്ടായിരുന്നത്. അപ്പോ ഈ പറയുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 വലിയ ഒരു സ്വാധീനം എവിടെയുണ്ട്? ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്. ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് ഇത് ഒരു വലിയ ഡോക്യുമെന്റ് ആയിരുന്നു. അതുകൊണ്ട് കൂടി തന്നെ എന്തായി മാറി? ഇന്ത്യൻ ഭരണഘടനയും ഒരു വലിയ ഡോക്യുമെന്റ് ആയിട്ട് മാറി. ഇനി അപ്പോ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ കാര്യം എന്താണ്? മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഇന്ത്യക്ക് ഒരു ഏക ഭരണഘടനയാണുള്ളത്.
ഒരു സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനുള്ളത്. എന്താണ്? ഇന്ത്യക്കൊരു ഏക ഭരണഘടനയാണുള്ളത്. ഏക ഭരണഘടന. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത്, ഇന്ത്യ ഒരു ഫെഡറൽ സംവിധാനം, അതായത് ഒരു കേന്ദ്രം, സുശക്തമായ ഒരു കേന്ദ്രവും പിന്നീട് അതിനെ ചുറ്റിപ്പറ്റി എന്താണ് സംസ്ഥാനങ്ങളും, അവിടെ ഒരു സെപ്പറേറ്റ് ഭരണം നടക്കുന്ന രീതി, ഇതെല്ലാം എന്താണ് കേന്ദ്രത്തിന്റെ കീഴിൽ വരുന്ന ഇങ്ങനെ ഒരു സ്ട്രക്ചറൽ, അതായത് ഒരു ഫെഡറൽ സ്ട്രക്ചറിലാണ് ഇന്ത്യയുടെ ഭരണം എന്ന് പറയുന്നത് നടക്കുന്നത്. അപ്പോ ഇങ്ങനെ ഫെഡറൽ സ്ട്രക്ചറിൽ ഭരണം നടക്കുന്ന പല സ്ഥലങ്ങളിലും അവിടെ അവരുടെ യൂണിയന് ഒരു ഭരണഘടന ഉണ്ടാകും. മാത്രമല്ല സംസ്ഥാനങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് എന്തുണ്ട്, മറ്റു ഭരണഘടനകൾ ഉണ്ടാവും. സംസ്ഥാനങ്ങളുടെ കാര്യങ്ങൾ കൂടുതൽ പറയുക അവരുടെ ഭരണഘടനയിലായിരിക്കും. എന്നാൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനെ സംബന്ധിച്ച്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് എന്താണ്, ഒരു ഭരണഘടനയേ ഉള്ളൂ, ഏക ഭരണഘടനയേ ഉള്ളൂ. സംസ്ഥാനത്തിന് സെപ്പറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ സംസ്ഥാനത്തിന് മാത്രമായി എന്താണ് ഭരണഘടനയില്ല. കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും എല്ലാത്തിനും ചേർത്ത് കണ്ടെന്താണ് ഒരു ഭരണഘടനയാണുള്ളത്. അപ്പോ ഈ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒക്കെ ചേർത്ത് ഒരു ഭരണഘടനയാകുമ്പോൾ ഇവരുടെ എല്ലാ കാര്യങ്ങളും എന്താണ് ഈ ഭരണഘടനയിൽ സൂചിപ്പിക്കണം. സംസ്ഥാനങ്ങളുടെ എന്താണ് ഉത്തരവാദിത്തങ്ങൾ എന്താണ്, അവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, അവർക്കുള്ള അവകാശങ്ങൾ എന്താണ്, ഇതിനെക്കുറിച്ച് പറയണം. കേന്ദ്രത്തിനുള്ള ഇതെന്താണ്, കേന്ദ്രം എവിടെയാണ് നിയമം നിർമ്മിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് എല്ലാം എന്തിൽ പറയണം, എല്ലാം ഇന്ത്യയുടെ ഭരണഘടനയിൽ പറയണം. അപ്പോ കേന്ദ്രത്തിന്റെ കാര്യങ്ങൾ പറയണം, സംസ്ഥാനത്തിന്റെ കാര്യങ്ങൾ പറയണം. ഈ കാരണങ്ങൾ കൊണ്ട് കൂടിയാണ് ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത് ഒരു ദൈർഘ്യമേറിയ ഭരണഘടനയായത്. അപ്പോ 3 പോയിന്റുകളാണ്. എന്താ? ഭൂമിശാസ്ത്രപരമായ വിശാലത, വൈവിധ്യം, ചരിത്രപരമായിട്ടുള്ള കാരണങ്ങൾ, ഏക ഭരണഘടന. ഇനി ഏറ്റവും അവസാനത്തെ പോയിന്റ് ആണ്, അല്ലെങ്കിൽ 4ാമത്തെ പോയിന്റ് ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഈ പറയുന്ന നിയമവിദഗ്ധരുടെ സ്വാധീനം. അതായത് ഭരണഘടനാ നിർമ്മാണ പ്രക്രിയയിലെ നിയമവിദഗ്ധരുടെ സ്വാധീനം. എന്താണ് 4ാമത്തെ പോയിന്റ്? എന്താണ്? ഭരണഘടനാ നിർമ്മാണ പ്രക്രിയയിലെ നിയമവിദഗ്ധരുടെ സ്വാധീനം. അതായത് ഭരണഘടനാ നിർമ്മാണ പ്രക്രിയയിൽ എന്താണ് ഒരുപാട് നിയമവിദഗ്ധർ അംഗങ്ങളായിരുന്നു. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ഡ്രോബാക്ക് ആയിട്ട് കൂടി പറയാറുണ്ട്. അതായത് ഇന്ത്യൻ ഭരണഘടന എല്ലാ ജനങ്ങൾക്കും മനസ്സിലാകുന്ന രീതിയിലല്ല ഉള്ളത്. അതിന് കാരണമായിട്ട് പറയുന്നതും ഇതാണ്. ഇന്ത്യൻ ഭരണഘടന കുറെ കൂടി എന്താണ് ഒരു ലീഗൽ ഡോക്യുമെന്റിന്റെ രൂപത്തിലാണ്. അതിലെ കാര്യങ്ങൾ പറയുന്നത് ഒരു നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു രൂപമാണ് ഇന്ത്യയുടെ ഭരണഘടന. സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകില്ല, കൂടുതൽ പാണ്ഡിത്യമുള്ള ആളുകൾക്ക് മനസ്സിലാകുകയുള്ളൂ. അങ്ങനെയുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഈ പറയുന്ന ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഡോക്ടർ BR അംബേദ്കർ ഉൾപ്പെടെയുള്ള ആളുകൾ എന്തായിരുന്നു? അദ്ദേഹം നിയമവിദഗ്ധനായിരുന്നു. അങ്ങനെ ഒരുപാട് നിയമവിദഗ്ധരുണ്ടായിരുന്നു. ഇവരുടെ സ്വാധീനവും എന്തുണ്ടായി? ഈ ഭരണഘടന ദൈർഘ്യമേറിയതായിട്ട് മാറുന്നതിനായിട്ട് കാരണം ആയി മാറി. അപ്പോ പ്രധാനപ്പെട്ട 4 പോയിന്റുകളാണ്: ഭൂമിശാസ്ത്രപരമായ വിശാലത, വൈദഗ്ധ്യം, ചരിത്രപരമായ കാരണങ്ങൾ, ഏക ഭരണഘടനാ നിർമ്മാണ സഭയിലെ നിയമവിദഗ്ധരുടെ സ്വാധീനം. ഇത്തരം കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇന്ത്യയുടെ എന്താണ് ഭരണഘടന എന്നുള്ളത് ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനായി മാറിയത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 2ാമത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷ സ്വഭാവമാണ്. 1ാമത്തെ സവിശേഷ സ്വഭാവം എന്തായിരുന്നു? ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. 2ാമത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷമായിട്ടുള്ള സ്വഭാവമാണ് മറ്റു ഭരണഘടനകളുടെ സ്വാധീനം എന്ന് പറയുന്നത്. എന്താണ് 2ാമത്തെ? എന്താണ്? മറ്റു ഭരണഘടനകളുടെ സ്വാധീനം. മറ്റു ഭരണഘടനകളുടെ സ്വാധീനം എന്നുള്ളതാണ് 2ാമത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷമായിട്ടുള്ള സ്വഭാവം എന്ന് പറയുന്നത്. ഇൻഫ്ലുവൻസ് ഓഫ് അതർ കോൺസ്റ്റിറ്റ്യൂഷൻസ്. എന്താണ്? മറ്റു ഭരണഘടനകളുടെ
സ്വാധീനം എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയെ പ്രധാനമായിട്ടും നമ്മൾ 3 ഭാഗങ്ങളായിട്ടാണ് തിരിക്കുന്നത്. ഒന്ന് അതിന്റെ സ്ട്രക്ചറൽ പാർട്ട് അല്ലെങ്കിൽ ഘടനാപരമായിട്ടുള്ള ഭാഗം എന്ന് പറയും. രണ്ടാമത്തെ ഭാഗം അതിന്റെ ഫിലോസഫിക്കൽ പാർട്ട് അല്ലെങ്കിൽ തത്വചിന്താപരമായിട്ടുള്ള ഭാഗം എന്ന് പറയും. മൂന്നാമത്തെ ഭാഗത്തെ നമ്മൾ പൊളിറ്റിക്കൽ പാർട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഭാഗം എന്ന് ഇങ്ങനെ 3 രീതിയിലാണ് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയെ തിരിക്കുന്നത്. ഒന്നാമത്തെ ഭാഗത്തിന്റെ പേരെന്താണ്? അത് സ്ട്രക്ചറൽ പാർട്ട് അല്ലെങ്കിൽ ഘടനാപരമായിട്ടുള്ള ഭാഗമാണ്. അപ്പോ ഇന്ത്യൻ ഭരണഘടനയെ 3 ആയിട്ടാണ് നമ്മൾ തിരിക്കുന്നത്. ഘടനാപരമായിട്ടുള്ള ഘടനാപരമായിട്ടുള്ള ഭാഗം. എന്താണ് ഘടനാപരമായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത്? ഘടനാപരമായിട്ടുള്ള ഭാഗം അല്ലെങ്കിൽ സ്ട്രക്ചറൽ പാർട്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ സ്ട്രക്ചറൽ പാർട്ട് അല്ലെങ്കിൽ ഘടനാപരമായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. എന്താണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഘടനാപരമായിട്ടുള്ള ഭാഗമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. നമ്മൾ പറഞ്ഞു എന്താണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? ബ്ലൂ പ്രിന്റ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ബ്ലൂ പ്രിന്റ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് എന്താണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. ഇതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഘടന ഉണ്ടാക്കിയിട്ടുള്ളത് ഈ പറയുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ്. അപ്പോ ഒന്നാമത്തെ ഭാഗമാണ് ഘടനാപരമായിട്ടുള്ള ഭാഗം. ഇനി രണ്ടാമത്തെ ഭാഗത്തിന്റെ പേരെന്താണ്? അത് തത്വചിന്താപരമായിട്ടുള്ള ഭാഗം എന്നാണ്. എന്താണ്? തത്വചിന്താപരമായ ഭാഗം അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ ഫിലോസോഫിക്കൽ പാർട്ട് എന്ന് പറയും. ഫിലോസോഫിക്കൽ പാർട്ട്. ഈ ഫിലോസോഫിക്കൽ പാർട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ഫിലോസോഫിക്കൽ പാർട്ട് അല്ലെങ്കിൽ തത്വചിന്താപരമായിട്ടുള്ള ഭാഗമായി നമ്മൾ പറയുന്നത് മൗലിക അവകാശങ്ങളെയും പിന്നെ എന്താണ് നിർദ്ദേശക തത്വങ്ങളെയും വേണം. എന്താണ്? മൗലിക അവകാശങ്ങളും അഥവാ ഫണ്ടമെന്റൽ റൈറ്റ്സ്, പിന്നെ എന്താണ് DPSP എന്ന് പറയുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ്. എന്താണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഇത് രണ്ടിനെയുമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ തത്വചിന്താപരമായിട്ടുള്ള ഭാഗം അല്ലെങ്കിൽ ഫിലോസോഫിക്കൽ പാർട്ട് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? മൗലിക അവകാശങ്ങളും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസുമാണ്. മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിട്ടുള്ള എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിട്ടുള്ളത് എന്താണ്? അമേരിക്കയിൽ നിന്നാണ്. എന്താണ് മൗലികാവകാശങ്ങൾ? ഒരു സ്റ്റേറ്റിനെതിരായി കോടതി വഴി സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്ന ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരന്മാർക്കുള്ള അവകാശങ്ങളെയാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ ഇതിനെക്കുറിച്ചെല്ലാം വരും ക്ലാസ്സുകളിൽ കൂടുതലായിട്ട് പഠിക്കും. ഇപ്പോൾ ഈ കാര്യങ്ങൾ മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ ഫിലോസഫിക്കൽ പാർട്ടാണ് എന്തെന്ന് പറയുന്നത് മൗലിക അവകാശങ്ങളും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും. മൗലിക അവകാശങ്ങൾ നമ്മൾ കടമെടുത്തിട്ടുള്ള എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. DPSP അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ് അല്ലെങ്കിൽ നിർദ്ദേശക തത്വങ്ങൾ എന്ന് മലയാളത്തിൽ പറയും. ഇവ നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? ഇത് നമ്മൾ കടമെടുത്തിട്ടുള്ളത് അയർലൻഡിൽ നിന്നാണ്. അയർലൻഡ് എന്ന് പറയുന്ന രാജ്യത്ത് നിന്നാണ് DPSP നമ്മൾ കടമെടുത്തിട്ടുള്ളത്. എന്താണത്? ഇനി നമ്മളുടെ രാജ്യം ഒരു ക്ഷേമരാഷ്ട്രമായി മാറുന്നതിനായിട്ട് നമ്മൾ നിർമ്മിക്കേണ്ട നിയമങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന നിർദ്ദേശക തത്വങ്ങളിൽ പറയുന്നത്. നമ്മുടെ രാഷ്ട്രം ഒരു ക്ഷേമരാഷ്ട്രമാവുന്നതിന് വേണ്ടി ഇനി നിർമ്മിക്കേണ്ട നിയമങ്ങൾ എങ്ങനെയുള്ള നിയമങ്ങളായിരിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന DPSP അല്ലെങ്കിൽ നിർദ്ദേശക തത്വങ്ങളിൽ പറയുന്നത്. ഇത് രണ്ടുമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ തത്വചിന്താപരമായിട്ടുള്ള ഭാഗം അല്ലെങ്കിൽ ഫിലോസോഫിക്കൽ പാർട്ട് എന്ന് പറയുന്നത്.
ഇനി മൂന്നാമതൊരു ഭാഗം കൂടിയുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ്? അതിനെ നമ്മൾ രാഷ്ട്രീയപരമായിട്ടുള്ള ഭാഗം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ട് എന്ന് പറയും. എന്താണ്? രാഷ്ട്രീയപരമായ ഭാഗം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ട് എന്ന് പറയും. ഇത് നമ്മൾ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്ത് നിന്നാണ്. ഇത് നമ്മൾ കടമെടുത്തിരിക്കുന്നത്, അതായത് നമ്മുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ഭാഗം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്ത് നിന്നാണ്. നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മളുടെ പാർലമെന്ററി വ്യവസ്ഥ, നാമമാത്രമായ അധികാരമുള്ള രാഷ്ട്രത്തലവൻ, മാത്രമല്ല നമ്മളുടെ ഇലക്ഷൻ പ്രൊസീജിയേഴ്സ്, ഇതെല്ലാം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ഭാഗം നമ്മൾ കൈക്കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? അത് ബ്രിട്ടനിൽ നിന്നാണ്. എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. ബ്രിട്ടൻ. അപ്പോ മറ്റു ഭരണഘടനകളുടെ സ്വാധീനമാണ്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് 3 ഭാഗങ്ങളായിട്ട് തിരിക്കാം. എന്താണ് ഘടനാപരമായിട്ടുള്ള ഭാഗം? അതെന്താണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. തത്വചിന്താപരമായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളുമാണ്. രാഷ്ട്രീയപരമായിട്ടുള്ള ഭാഗം നമ്മൾ എടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. അപ്പോ ഇതാണ് രണ്ടാമത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷമായിട്ടുള്ള സ്വഭാവം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ഭരണഘടനയുടെ സലിയൻ ഫീച്ചറായി പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞ എന്താണ്? നമ്മൾ പറഞ്ഞത് അത് മറ്റു ഭരണഘടനകളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ഓഫ് ദ അതർ കോൺസ്റ്റിറ്റ്യൂഷൻ, മറ്റു ഭരണഘടനകളുടെ സ്വാധീനം എന്നുള്ളതാണ്. ഇനി എന്തിൽ നിന്ന് എന്തെല്ലാമാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യവും ഇന്ത്യൻ ഭരണഘടനയും അബ്സോർബ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കടമെടുത്തിട്ടുള്ള എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് നോക്കി പോവാം. ഇതിലിപ്പോ പല പദങ്ങളും നമ്മൾ പ്രയോഗിക്കും. ഈ കാര്യങ്ങൾ നിങ്ങൾ ഇപ്പൊ ഇതിങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കുക. ഇതിന്റെയൊക്കെ കൂടുതലായിട്ടുള്ള വിവരണങ്ങൾ, ഇതെല്ലാം എന്താണ് പറയുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ കൂടുതലായിട്ടൊക്കെ പറയും. അപ്പോൾ ഇപ്പൊ തൽക്കാലത്തേക്ക് നിങ്ങൾ ഇതെന്താണ്, ഇതെവിടെ നിന്ന് എടുത്തു എന്നുള്ള കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കി വെക്കുക. നമുക്ക് നോക്കാം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്ന് ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എന്തെല്ലാമാണ് എടുത്തതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തെല്ലാമാണ് എടുത്തത്? ഗവർണർ പദവി എന്ന് പറയുന്ന ആശയം നമ്മൾ എടുത്തിട്ടുള്ളത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ്. ഗവർണർ പദവി എന്ന് പറയുന്ന ആശയം. പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ PSC, പബ്ലിക് സർവീസ് കമ്മീഷൻ PSC എന്ന് പറയുന്ന ആശയം UPSC ആകട്ടെ, സ്റ്റേറ്റ് PSC ആയിക്കോട്ടെ, ഏത് PSC ആയാലും പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്ന ആശയം നമ്മൾ എടുത്തിട്ടുള്ളത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ്. മാത്രമല്ല ഫെഡറൽ സിസ്റ്റം, അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ആശയങ്ങൾ, ഇതെല്ലാം നമ്മൾ എടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? ഇതെല്ലാം നമ്മൾ എടുത്തിട്ടുള്ളത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഈ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ആശയം എന്ന് പറയുമ്പോൾ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ആശയം ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചിട്ടുള്ളത് ഈ പറയുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ്. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ മൗലിക അവകാശങ്ങളിൽ ചിലത് റദ്ദ് ചെയ്യപ്പെടും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു നാഷണൽ എമർജൻസി അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ നമ്മളുടെ മൗലിക അവകാശങ്ങളിൽ ചിലത് എന്ത് ചെയ്യപ്പെടും? റദ്ദ് ചെയ്യപ്പെടും. ഈ ആശയം നമ്മൾ കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? അത് നമ്മൾ കടമെടുത്തിട്ടുള്ളത് ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഈ ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്? വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. എന്താണ്? ജർമ്മൻ ഭരണഘടന അല്ലെങ്കിൽ വെയ്മർ ഭരണഘടന. വെയ്മർ ഭരണഘടന. ഈ വെയ്മർ ഭരണഘടനയിൽ നിന്ന് അല്ലെങ്കിൽ ജർമ്മൻ ഭരണഘടനയിൽ നിന്ന് നമ്മൾ കടമെടുത്തിരിക്കുന്നത് എന്താണ്? അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ആശയമല്ല, മറിച്ച് എന്താണ്? അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ മൗലിക അവകാശങ്ങൾ റദ്ദു ചെയ്യപ്പെടും എന്നുള്ള കാര്യമാണ് നമ്മൾ എവിടെ നിന്ന് എടുത്തിട്ടുള്ളത്? ജർമ്മൻ ഭരണഘടന അല്ലെങ്കിൽ വെയ്മർ ഭരണഘടനയിൽ നിന്ന് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം, ബ്രിട്ടനിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ബ്രിട്ടനിൽ നിന്ന് നമ്മൾ ഏക പൗരത്വം എടുത്തിട്ടുണ്ട്, നിയമവാഴ്ച റൂൾ ഓഫ് ലോ എടുത്തിട്ടുണ്ട്, നിയമസമത്വം, ക്യാബിനറ്റ് സമ്പ്രദായം, നാമമാത്രമായ അധികാരമുള്ള രാഷ്ട്രത്തലവൻ. നമ്മളുടെ രാഷ്ട്രപതിയെ പോലെ, രാഷ്ട്രപതിയാണ് ഇന്ത്യയുടെ രാഷ്ട്രത്തലവനെങ്കിലും കൂടുതൽ അധികാരമാർക്കാണ്? പാർലമെന്റിനാണ്. അതാണ് ഈ പറയുന്നത് നാമമാത്രമായിട്ടുള്ള അധികാരമുള്ള രാഷ്ട്രത്തലവൻ. ഈ ആശയം നമ്മൾ എവിടെ നിന്നാണ് സ്വീകരിച്ചത്? ബ്രിട്ടനിൽ നിന്നാണ് സ്വീകരിച്ചത്. റിട്ടുകൾ, മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ നൽകുന്നതാണ് റിട്ടുകൾ. ഇത് നമ്മൾ എവിടെ നിന്നാണ് എടുത്തത്? ബ്രിട്ടനിൽ നിന്നാണ് എടുത്തത്.
ദ്വിമണ്ഡല സമ്പ്രദായം, കൂട്ട ഉത്തരവാദിത്തം, ഗവൺമെന്റിനുള്ള ഒരു കൂട്ടുത്തരവാദിത്തം, സ്പീക്കർ പദവി, മാത്രമല്ല CAG, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അതാണ് ഈ CAG എന്ന് പറയുന്നത്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഇതും നമ്മൾ എവിടെ നിന്നാണ് എടുത്തത്? ബ്രിട്ടനിൽ നിന്നാണ് എടുത്തത്. പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയും ബ്രിട്ടനിൽ നിന്നാണ് എടുത്തത്. എന്തെല്ലാമാണ്? ഏകപൗരത്വം, നിയമവാഴ്ച, നിയമസമത്വം, ക്യാബിനറ്റ് സമ്പ്രദായം, നാമമാത്രമായ അധികാരമുള്ള രാഷ്ട്രത്തലവൻ, റിട്ടുകൾ, ദ്വിമണ്ഡല സമ്പ്രദായം, കൂട്ടുത്തരവാദിത്തം, സ്പീക്കർ, CAG അഥവാ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥ. ഇവയെല്ലാം നമ്മൾ ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം, അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക, USA നിന്ന് നമ്മൾ എന്തെല്ലാമാണ് കടം കൊണ്ടിരിക്കുന്നത്? ലിഖിത ഭരണഘടന, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ആമുഖം, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ജുഡീഷ്യൽ റിവ്യൂ, രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് അഥവാ രാഷ്ട്രപതിയെ പുറത്താക്കുന്നതിനുള്ള പ്രോസസ്സുകൾ, വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന ആശയം, മൗലിക അവകാശങ്ങൾ അഥവാ ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇതെല്ലാം നമ്മൾ എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്? ഇതെല്ലാം നമ്മൾ എടുത്തിട്ടുള്ളത് അമേരിക്കയിൽ നിന്നാണ്. എന്തെല്ലാമാണ്? ലിഖിത ഭരണഘടന, ആമുഖം, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ജുഡീഷ്യൽ റിവ്യൂ, രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ്, വൈസ് പ്രസിഡന്റ്, മൗലിക അവകാശങ്ങൾ. ഇവയെല്ലാം നമ്മൾ എടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്, അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയിൽ നിന്നാണ്. അപ്പോ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് നോക്കിയത്? നമ്മൾ നോക്കിയത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്ന് എന്തെല്ലാം കടമെടുത്തു, ബ്രിട്ടനിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ കടമെടുത്തു, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ കടമെടുത്തു. ഇവയാണ് നമ്മൾ നോക്കിയത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കാനഡയിൽ നിന്ന് എന്തെല്ലാമാണ് കടമെടുത്തത്. കാനഡയിൽ നിന്ന് കടമെടുത്ത ഒന്നാമത്തെ പോയിന്റ് ആണ് സുശക്തമായിട്ടുള്ള കേന്ദ്രമുള്ള ഒരു ഫെഡറേഷൻ എന്ന് പറയുന്ന ആശയം. ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്ന ആശയം നമ്മൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ് എടുത്തിട്ടുള്ളത്. എന്നാൽ സുശക്തമായിട്ടുള്ള ഒരു കേന്ദ്രമുള്ള, അതായത് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു കേന്ദ്രം ഉണ്ടാവും. കേന്ദ്ര സർക്കാർ മോസ്റ്റ് പവർഫുൾ ആയിരിക്കും. സംസ്ഥാന സർക്കാരുകളെ അപേക്ഷിച്ചുകൊണ്ട് എന്തായിരിക്കും? കേന്ദ്ര സർക്കാർ പവർഫുൾ ആയിരിക്കും. ആ രീതി തന്നെയാണ് ഇന്ത്യയിലുള്ളത്. അങ്ങനെ സുശക്തമായിട്ടുള്ള ഒരു കേന്ദ്രമുള്ള ഒരു ഫെഡറേഷൻ എന്ന് പറയുന്ന ആശയം എടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? കാനഡയിൽ നിന്നാണ്. ഇനി യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ആശയം, അതായത് ഇന്ത്യൻ ഭരണഘടന പറയുന്നത് ഇങ്ങനെയാണ്: ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം എന്ന് പറയുന്നത് ഷാൾ ബി എ യൂണിയൻ ഓഫ് എ സ്റ്റേറ്റ്. എന്താണ്? ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം എന്ന് പറയുന്നത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്, അതായത് സ്റ്റേറ്റുകളുടെ ഒരു കൂട്ടമാണ്, അല്ലെങ്കിൽ ഒരു യൂണിയൻ ആണ് എന്നാണ് ഇന്ത്യൻ ഭരണഘടന പറയുന്നത്. ഈ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ആശയം എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്? അത് കാനഡയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഇനി യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്. നിങ്ങൾക്കറിയാം, യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ നിയമം നിർമ്മിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് പറയുന്നതാണ് യൂണിയൻ ലിസ്റ്റ്. ഇനി സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരുകൾ എന്താണ് നിയമം നിർമ്മിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് പറയുന്നതാണ് സ്റ്റേറ്റ് ലിസ്റ്റ്. ഈ യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ആശയവും നമ്മൾ കാനഡയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു ലിസ്റ്റ് കൂടിയുണ്ട്, കൺകറന്റ് ലിസ്റ്റ്. നമ്മളത് ഓസ്ട്രേലിയയെ കുറിച്ച് പറയുമ്പോൾ പറയും. അതെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്, അതായത് സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഒരുമിച്ച് നിയമങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്ന വിഷയങ്ങളാണ് കൺകറന്റ് ലിസ്റ്റ്. അത് പക്ഷെ ഓസ്ട്രേലിയയിൽ നിന്നാണ് നമ്മൾ എടുത്തത്. യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും എവിടെ നിന്നാണ്? കാനഡയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. കാനഡയിൽ നിന്നാണ് യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും എടുത്തിട്ടുള്ളത്. ഇനി അവശിഷ്ടാധികാരങ്ങൾ അല്ലെങ്കിൽ റെസിഡ്യൂറി പവർ എന്ന് പറയും. അതെന്താണ്? ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കപ്പെടുന്ന സമയത്ത് ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ആരും നിയമം നിർമ്മിക്കണമെന്ന് പ്രത്യേകമായി പറഞ്ഞിരുന്നില്ല. അത്തരം വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കുന്നതിനുള്ള അധികാരം എപ്പോഴും ആർക്കാണ്? കേന്ദ്ര ഗവൺമെന്റിനാണ്. അത്തരം വിഷയങ്ങളെയാണ് അവശിഷ്ട അധികാരങ്ങൾ, ബാക്കി വരുന്ന അധികാരങ്ങൾ, അല്ലെങ്കിൽ റെസിഡ്യൂറി പവർ എന്ന് പറയുന്നത്. അപ്പൊ എന്തെല്ലാമാണ്? ശക്തമായിട്ടുള്ള ഒരു കേന്ദ്രമുള്ള ഫെഡറേഷൻ എന്ന് പറയുന്ന ആശയം കാനഡയിൽ നിന്നാണ്. യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന ആശയം, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് എന്നിവ, അവശിഷ്ട അധികാരങ്ങൾ എന്നിവ എന്താണ്? റെസിഡ്യൂറി പവർ എന്നിവ കാനഡയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് എന്തെല്ലാമാണ് എടുത്തിട്ടുള്ളതെന്ന് നോക്കാം. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഭരണഘടനാ ഭേദഗതി അഥവാ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. ഇന്ത്യൻ ഭരണഘടന എന്ത് ചെയ്യാൻ പറ്റും? ഭേദഗതികൾക്ക് വിധേയമാണ്. പാർലമെന്റിന് ഭേദഗതി ചെയ്യാനുള്ള അധികാരമുണ്ട്. ഈ ആശയം, ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്ന് പറയുന്ന ആശയം എടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? അത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. ഇനി രാജ്യസഭയിലേക്ക് അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ്, രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്? അതും നമ്മൾ എടുത്തിട്ടുള്ളത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. അപ്പൊ എന്തെല്ലാമാണ് എടുത്തിട്ടുള്ളത്?
ഭരണഘടനാ ഭേദഗതിയും രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പും. ഇനി നമുക്ക് റഷ്യ, പഴയ USSRൽ നിന്ന് എന്താണ് നമ്മൾ എടുത്തിട്ടുള്ളത്? പഴയ USSRൽ നിന്ന് അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് നമ്മൾ കടം കൊണ്ടിട്ടുള്ളതാണ് മൗലിക കടമകൾ അഥവാ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ആസൂത്രണം അഥവാ പ്ലാനിംഗ്, പഞ്ചവത്സര പദ്ധതികൾ അതായത് 5-year പ്ലാനിംഗ്, സാമ്പത്തിക നീതി, സാമൂഹിക നീതി, രാഷ്ട്രീയ നീതി, ഈ ആശയങ്ങളെല്ലാം നമ്മൾ എടുത്തിട്ടുള്ളത് റഷ്യ അല്ലെങ്കിൽ പഴയ USSRൽ നിന്നാണ്. എന്തെല്ലാമാണ്? മൗലിക കടമകൾ അഥവാ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ആസൂത്രണം, പഞ്ചവത്സര പദ്ധതികൾ, സാമ്പത്തിക നീതി, സാമൂഹിക നീതി, രാഷ്ട്രീയ നീതി, ഈ ആശയങ്ങളെല്ലാം റഷ്യയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ പഴയ USSRൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഇനി അയർലൻഡിൽ നിന്ന് നമ്മൾ എന്തെല്ലാം എടുത്തു? അയർലൻഡിൽ നിന്ന് നമ്മൾ എടുത്തത് DPSP. നമ്മൾ പറഞ്ഞതാണ്, ഫിലോസഫിക്കൽ പാർട്ട് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് DPSP അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ് അഥവാ മാർഗനിർദ്ദേശക തത്വങ്ങൾ. എവിടെ നിന്നാണ് എടുത്തത്? അയർലൻഡിൽ നിന്നാണ് എടുത്തത്. പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പ് രീതി, പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പ്, ഇത് നമ്മൾ എവിടെ നിന്നാണ് എടുത്തത്? അയർലൻഡിൽ നിന്നാണ് എടുത്തത്. ഇനി രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നതിനുള്ള പ്രസിഡന്റിന്റെ അധികാരം എവിടെ നിന്നാണ് എടുത്തത്? അതും അയർലൻഡിൽ നിന്നാണ് എടുത്തത്. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് നമ്മൾ എന്താണ് എടുത്തത്? രാജ്യസഭയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതാണ്. ഈ പറയുന്ന അയർലൻഡിൽ നിന്ന് എന്താണ് പറയുന്നത്? അയർലൻഡിൽ നിന്ന് പറയുന്നത് രാജ്യസഭയിലേക്ക് കുറച്ച് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാൻ ആർക്ക് അധികാരമുണ്ട്? പ്രസിഡന്റിന് അഥവാ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. ആ അധികാരങ്ങൾ എവിടെ നിന്നാണ് എടുത്തത്? അത് അയർലൻഡിൽ നിന്നാണ് എടുത്തത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ എന്തെല്ലാമാണ്? മാർഗനിർദ്ദേശക തത്വങ്ങൾ അഥവാ DPSP, പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പ്, രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നതിനായിട്ടുള്ള പ്രസിഡന്റിന്റെ അധികാരം, ഇവയെല്ലാം എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നാണ് നമ്മൾ എടുത്തത്. ഇനി ഓസ്ട്രേലിയയിൽ നിന്ന് എന്താണ്? കൺകറന്റ് ലിസ്റ്റ്. നമ്മൾ പറഞ്ഞു സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സംസ്ഥാന സർക്കാരുകൾ നിയമം നിർമ്മിക്കേണ്ട വിഷയങ്ങളാണ്. യൂണിയൻ ലിസ്റ്റ് എന്താണ്? കേന്ദ്ര സർക്കാർ നിയമം നിർമ്മിക്കേണ്ട വിഷയങ്ങളാണ്. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും, അതായത് ആർക്ക് വേണമെങ്കിലും നിയമം നിർമ്മിക്കാവുന്ന വിഷയങ്ങളാണ് കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം എവിടെ നിന്നാണ്? ഓസ്ട്രേലിയയിൽ നിന്നാണ്. വ്യവസായ വാണിജ്യങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആശയം എവിടെ നിന്നാണ്? അതും ഓസ്ട്രേലിയയിൽ നിന്നാണ്. എന്തെല്ലാമാണ് ഓസ്ട്രേലിയയിൽ നിന്ന് എടുത്തിട്ടുള്ളത്? കൺകറന്റ് ലിസ്റ്റ്, പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം, വ്യവസായ വാണിജ്യങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം. ഇനി ഏറ്റവും അവസാനത്തേത് ഫ്രാൻസിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള എന്താണ്? ഫ്രാൻസിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള പ്രധാനം ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേട്ട പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്നത്. ആ മുദ്രാവാക്യത്തിന്റെ ഒരു ഏറ്റവും ജനാധിപത്യപരമായിട്ടുള്ള വേർഷനാണ് ഇന്ത്യ ഫ്രാൻസിൽ നിന്ന് കടമെടുത്തിട്ടുള്ളത്. അതായത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന ആശയം എവിടെ നിന്നാണ്? ഫ്രാൻസിൽ നിന്നാണ് കടമെടുത്തിട്ട്. റിപ്പബ്ലിക് എന്ന് പറയുന്ന ആശയം എന്താണ്? റിപ്പബ്ലിക് അതായത് തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യങ്ങളെയാണ് എന്തെന്ന് പറയുക? റിപ്പബ്ലിക് എന്ന് പറയുക. ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണ്. നമ്മളുടെ രാഷ്ട്രത്തലവൻ അഥവാ രാഷ്ട്രപതിയെ നമ്മൾ ഡയറക്റ്റോ ഓർ ഇൻഡയറക്റ്റ്, അതായത് നേരിട്ടോ അല്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രപതി അല്ലെങ്കിൽ രാഷ്ട്രത്തലവനുള്ള രാജ്യങ്ങളെ റിപ്പബ്ലിക് എന്ന് പറയും. അപ്പോൾ റിപ്പബ്ലിക് എന്ന് പറയുന്ന ആശയം എവിടെ നിന്നാണ് എടുത്തത്? അതും നമ്മൾ ഫ്രാൻസിൽ നിന്നാണ് എടുത്തത്. എന്തെല്ലാമാണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, റിപ്പബ്ലിക് എന്ന് പറയുന്ന ആശയങ്ങൾ എവിടെ നിന്നാണ്? ഫ്രാൻസിൽ നിന്നാണ് എടുത്തത്. അപ്പോ ഇത്രയുമാണ് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ, നമ്മൾ മറ്റുള്ള ഭരണഘടനകളിൽ നിന്നും കടം കൊണ്ട ആശയങ്ങളെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ. അപ്പോ ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷമായ സ്വഭാവങ്ങളാണ്. 2 പോയിന്റുകൾ നമ്മൾ പറഞ്ഞു. ഇനി ബാക്കിയുള്ള പോയിന്റുകളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.